കരിയറിൽ ഏറ്റവും വലിയ നല്ലൊരു അപ്ഗ്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം ഡ്യൂഡ് എന്ന സിനിമയിലേക്ക് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്തു ട്രെയിലർ കാണുമ്പോഴും നിങ്ങളെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴും. ഡ്യൂഡ് എങ്ങനെ ഉണ്ടാവും ശരിക്കും? പറഞ്ഞ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആദ്യം തന്നെ തമിഴ് സിനിമയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഡൂഡിന് മുന്നേ ഞാൻ ഇരണ്ടുവാനും ജനനായകൻ ഈ 2 സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡൂഡിലേക്ക് കയറിയപ്പം ഒരു ഭയങ്കര എന്താ പറയുക ഫ്രീഡം കിട്ടിയ എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ക്യാരക്ടറിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഡെപ്തും ഒക്കെ കവർ ചെയ്യാൻ പറ്റി. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഏതൊരു ആക്ടേഴ്സിനോട് ചോദിച്ചാലും അവർ പറയുന്ന കാര്യം ഒരു സ്ക്രീനിലെങ്കിൽ ഒരു ഷോട്ടിനെങ്കിലും ഇന്ന് ആക്ട് ചെയ്ത് സൂര്യയോട് വിജയോട് മമ്മൂട്ടിയോട് മോഹൻലാലിന്റെ കൂടെ ഒരു ഷോട്ടിൽ ഇങ്ങനെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ പോലും ഇല്ലാതിരിക്കുന്നില്ല. അപ്പൊ തങ്ങളെ സംബന്ധിച്ച് അതെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള മൂമെന്റ്സ്? എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഭയങ്കരല്ലേ, ഈ പറഞ്ഞ പോലെ ഫാൻ ഗേൾ മൊമെന്റ്സ് ആയിരുന്നു. എല്ലാ ദിവസവും ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേനും ഞാൻ അവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് അവരെന്താണ് ചെയ്യുന്നത് നോക്കും, അവരെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത്. ഇൻ ആൻഡ് ഔട്ട് ഇപ്പം ആക്ടിങ്, ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും എങ്ങനെയാണ് അവര്. അപ്പൊ അത് കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളത് മാത്രമല്ല, നമ്മള് സ്ക്രീനിൽ കണ്ട് വളർന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പം ഇവരായിട്ട് നേരിട്ട് ഇടപെടുമ്പോൾ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക. അതായത് ജസ്റ്റ് സ്റ്റാർഡം മാത്രമല്ല, അവര് ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ലൈക്ക് നമുക്ക് എന്താ കൂടുതൽ അഡ്മിറേഷൻ തോന്നും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് അവര്. അയ്യോ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. രണ്ടുപേരെയും എന്താ പറയാ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ട്രെയിലറിൽ കുറെ അടിക്കണ സീക്വൻസ് ഉണ്ട്. അത് എത്ര ടേക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു? ടേക്ക് ഒക്കെ അത് പ്രദീപ് സാർ പറയുമോ എത്ര ടേക്ക്? എനിക്കൊന്ന് മാക്സിമം എല്ലാ സീനിലും അടി കൊടുക്കുന്ന എല്ലാ സീനിലും ഐ തിങ്ക് 1 or 2 മാക്സിമം അല്ലേ? 1 or 2 മാക്സിമം നമുക്ക് അങ്ങനെ 1 or 2. അതായത് നമ്മൾ റിഹേഴ്സൽ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ചുമ്മാ വീശും. ടേക്കിന്റെ സമയത്ത് കുറച്ച് കൊടുക്കും. അത് കീർത്തി സാറ് പറഞ്ഞു എനിക്ക് റിയൽ ആയിട്ട് വേണം, എനിക്ക് അടി കൊടുക്കുന്നത് ഫീൽ ആവണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലേ? ഇതൊക്കെ മമിതാനത്തോട് ചോദ്യം ചോദിക്കാനുണ്ട്. ആസ് എ മലയാളം പ്രൊഡ്യൂസർ, യെസ് സർ, how was it working in a Malayalam setup versus a Telugu and a Tamil setup? Are you more comfortable over here or are you more comfortable over there? I know it's a very difficult answer. I know you'll say no, definitely not sir. So I think for an actor എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും 2 സിനിമകൾ ചെയ്യുമ്പോൾ ആ 2 സെറ്റും വേറെ വേറെ രീതിയിലായിരിക്കും. അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലേറെ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ തരത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഭാഷ മാറുന്നു, ഭക്ഷണം മാറുന്നു, ക്ലൈമറ്റ് മാറുന്നു എന്നുള്ളതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു ക്ലീൻ സ്ലേറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും ചെല്ലുമ്പോഴത്തേനും ഇറ്റ്സ് ദ സെയിം. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതുവരെ ടച്ച്വുഡ് എനിക്ക് എല്ലാ സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാ സെറ്റിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെന്നെ സപ്പോർട്ട് ചെയ്തു. തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു, നമ്മുടെ ഹൈദരാബാദൊക്കെ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോഴാണെങ്കിൽ ഭയങ്കര വെൽക്കമിങ് ആണ് അവർ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഘടകമാണ്. അങ്ങനെ ചോദിച്ചാൽ കുറേ ഡ്രീം റോൾസ് ഉണ്ട്. എന്താ പറയാ, ഐ തിങ്ക് എനിത്തിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കായിട്ട് ഒരു ആസ് ആൻ ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അത് ചെയ്യാൻ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാനത് പല സ്റ്റേജസിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നതും സാറിനോട് അഭിനയിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും നമ്മളൊരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും സാർ എങ്ങനെയാണ് ഓഡിയൻസ് പെർസ്പെക്റ്റീവിലെല്ലാം കാണുന്നത് എന്നുള്ളതാണ്. അതായത് ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ അതിനകത്ത് ഡയലോഗ് വരുന്നു, എന്തൊക്കെ പരിപാടികൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. ഞാൻ
അല്ലെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൺവിൻസിങ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുക, അവരെങ്ങനെയാണ് അത് വിഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ തിങ്സ് ഫ്രം ആൻ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് അതെനിക്ക് ഭയങ്കര ന്യൂ ആയിരുന്നു. ആൻഡ് അതായത് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട് ഏത് എങ്ങനെ എവിടെ കൊടുക്കണം എന്താണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് എന്താ പറയാ, അതൊരു ഭയങ്കര സ്റ്റാർ മെറ്റീരിയൽ പരിപാടിയല്ലേ സത്യം പറഞ്ഞ. കാരണം സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിങ് പരിപാടി മാത്രമല്ലാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഈ വിത്ത് ഓഡിയൻസ് അവർ കണക്ട് ചെയ്യാൻ പറ്റണം. സോ ഐ ഫെൽ ദാറ്റ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുമ്പോ മാനസങ്ങളൊക്കെ ചെയ്തിട്ടുകൂടെയാണല്ലോ ആക്ട് ചെയ്യുന്നത്. അതെ അതെ, അത് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഭയങ്കര അതായത് എന്നിട്ട് ഇത് ആദ്യം കണ്ട ദിവസം ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ആദ്യത്തെ ലൈക്ക് ഷൂട്ടിന്റെ കുറച്ച് നാളിൽ ഞാൻ കണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാൻ അത് ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ. ആ ഏകദേശം എന്റെ അമ്മേ, ഇപ്പൊ അത് ഞാൻ ചെയ്താൽ ചിലപ്പോ അത് ഇതെങ്ങനെ താഴെ പോയെന്ന് പറയല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചെന്നാണ്, ഞാൻ അതിനകത്ത് എക്സ്പേർട്ട് ആണെന്നല്ല, ഒരിക്കലും അല്ല. നോക്കാം കേട്ടോ, നോക്കാം. കയ്യൊക്കെ വിറച്ചു തുടങ്ങും. One of my favorite films is obviously Drishyam. I always wanted to do something like that, and now I watched Thudarum. It was amazing, and I wish the director personally, because that was great work by the director. So yeah. Mamita, പൂർണ്ണ സോങ് റിലീസ് ആയതിനു ശേഷം എല്ലാവരും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും ഫിലിംസ് ആടുന്നതാണ്. അതിൽ വീഡിയോ സോങ് ഷൂട്ട് ചെയ്തത് ബംഗളൂരാണ്, ഫുഡ് സിറ്റിയിലാണ്. അപ്പോൾ ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ അതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിന്റെ ഒക്കെ നേരിട്ട് കാണുമ്പോൾ റിയാക്ഷൻ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? എനിക്കത് പുതുമയുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പം അതെ പ്രേമലൂരുണ്ട്, സൂപ്പർ ചെന്നൈയിലുണ്ട്. അത് എന്താ പറയാ, ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടിയിട്ടില്ല. എന്നാലും ഇപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രാഫിക്കിന്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തു. അത് ഏർലി മോർണിംഗ് നമ്മളൊരു 5:30 ആയപ്പോഴത്തേനും ലൊക്കേഷനിലെത്തി. നമ്മൾ എല്ലാം സെറ്റായിട്ടാണ് റെഡി ആയിട്ട് ലൊക്കേഷനിലെത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഡാൻസ് പരിപാടികളെല്ലാം ഓൾറെഡി പഠിച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു 60 സെക്കൻഡോ സംതിങ് ആണ് ഈ റെഡ് ലൈറ്റ് കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടുക ചെയ്യുക, 60 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും തിരിച്ച് ഓടിക്കണം. ഇങ്ങനെ ഒരു കുറെ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മാത്രമല്ല ക്രൗഡ് അധികമായിട്ട് വരാതെ, കാരണം ബാക്കി സെറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളെല്ലാം മോസ്റ്റ്ലി ഞങ്ങൾ ചെയ്തത് ഏർലി മോർണിംഗ്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ക്രൗഡ് അത്ര മൊമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ചിലരൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആരോടൊപ്പം ഡാൻസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. സാർ അടിപൊളിയായിട്ട് ചെയ്തു. സാറ് പ്രാക്ടീസ് ചെയ്ത് വല്ല സെറ്റപ്പാണ്. ലൈക്ക്
ഭയങ്കര പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കുള്ളത്, കാരണം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് സാറിൽ നിന്നാണ് ഓക്കെ നമുക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം, സാർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. സോ മറ്റേ സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും തൂക്കും. അപ്പം തൂക്കാൻ പറ്റിയില്ലെങ്കിലും 30-30 പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. മമത, മമത, താങ്ക് യു. മമത, മമത, here, here. Friendly. Hello. Last two questions. മമത, ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ കരിയറിലോട്ട് എപ്പോഴും മറ്റുള്ള ഒരു ക്യാരക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചായിരിക്കും ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത്. ചിലത് നോട്ടബിൾ ആവും, ചിലത് നോട്ടബിൾ ആവത്തില്ല. ഇപ്പം താങ്കളുടെ കരിയർ നോക്കുമ്പോൾ നോട്ടബിൾ ആവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് താങ്കളുടെ കഥയിലെ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കണം, എന്റെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് സാർ. ഇപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെനുവിൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പോർട്രേ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുകയും മാത്രമേ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ കുറെ വരുന്നുണ്ട്. നോർമലി ഇപ്പൊ പല ആക്ടേഴ്സിന് വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യൂട്ട് ബബിൾ ക്യാരക്ടേഴ്സ് കൂടുതൽ വന്നു പോകുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതേപോലത്തെ ക്യാരക്ടേഴ്സ് വരണം. മമതയെ നോക്കുമ്പോൾ ചെയ്തിട്ടുള്ള ആദ്യ വിൽസന്റിമാരാണ് അങ്ങനെ ആണെങ്കിൽ പിന്നീട് മാറി വരുന്നുണ്ട്. എത്രത്തോളം അത് ബ്രേക്ക് ചെയ്യാൻ? അത് ബ്രേക്ക് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ പ്രേമലു ആണെന്ന് പറയാം. കാരണം പ്രേമലു ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റായി. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ റീനു ആയിട്ട് കുറേ തരത്തില് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വന്നോണ്ടിരുന്നത്. അപ്പോൾ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത്. ബാക്കി ഇപ്പൊ സൂപ്പർ ഷെറിനെ കഴിഞ്ഞിട്ട് വന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ആണ്, നല്ല സിനിമകളുടെ ഭാഗമാണ്, അല്ലാതെ ഒരു എന്താ പറയാ ടൈപ്പോ ആയി പോവുക അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് അത്രയും വിസിബിലിറ്റി അത്രയും റെക്കഗ്നിഷൻ ആയി കഴിയുമ്പോഴത്തേനും ആൾക്കാർ നമ്മളിലെ എങ്ങനെയാണ് കാണാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കൂടുതൽ റെസ്പോൺസിബിൾ ആവും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അതുവരെ ഐ വാസ് ലൈക്ക് നല്ല പടത്തിന്റെ ഭാഗമാണെന്ന് മാത്രം. ഇപ്പം ക്യാരക്ടേഴ്സിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്.